ഹലോ, വെൽക്കം ബാക്ക്. ഹെവി കൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ഫ്യൂരിയോ HD7 ആണ്. നമ്മുടെ കളമശ്ശേരിയിൽ TVSൻ്റെ ഷോറൂമിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് മഹേന്ദ്രയുടെ ഷോറൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പോകുന്ന വഴിക്കാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ നാട് തന്നെയാണ് ചരങ്ങര. അപ്പം അങ്ങനെ ഞങ്ങൾ NH കൂടെ പോകുന്നതും കൂടി ചുമ്മാ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടീം അവിടെ എത്തിയിട്ടുണ്ട്. കളമശ്ശേരി ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. ബ്ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് സർവീസിന് വന്ന് ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വണ്ടി നമുക്ക് ചെയ്യാനുള്ള വണ്ടിയും കിടക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പുള്ളി പിടിപ്പിക്കലാണ്. അപ്പോൾ 2 ടീമായിട്ട് ഇന്ന് അവർ ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ പുള്ളിയുമ്പോൾ തന്നെ ഓൾറെഡി അതിനുള്ള പ്രൊവിഷൻ കിടപ്പുണ്ട് പുള്ളി പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള പുള്ളിയാണ് പിടിപ്പിക്കുന്നത്. അതായത് 7 ഗ്രൂവുള്ള ഫ്ലാറ്റ് പുള്ളിയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുമ്പോൾ സ്റ്റീൽ കാസ്റ്റിങ് ചെയ്തിട്ടുള്ള പുള്ളിയാണ് അത്. ആ പുള്ളിയുമ്പോൾ നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ബ്രാക്കറ്റാണ്. അത് അതുമാതിരി തന്നെ ലേസർ കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് CNC ബെൻഡിങ് തന്നെ ചെയ്തിട്ടുള്ള പുള്ളിയാണ് വരുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റിൽ ചെയ്യണതുകൊണ്ട് തന്നെ ബെൽറ്റ് പെട്ടെന്ന് ലൂസ് ആവാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ നമുക്ക് മാറിക്കിട്ടും. പണ്ട് നമ്മൾ ബെൽറ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. BS6 സെക്കൻഡ് ഫേസ് വന്നപ്പോൾ ഹീറ്റൊക്കെ അധികം ആയതുകൊണ്ട് അത് ഒഴിവാക്കി ഫ്ലാറ്റ് ബെൽറ്റിലോട്ട് മാറിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ അടിയിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ എൻജിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അകത്തുനിന്ന് നമ്മുടെ പാലക്കാടൻ രാജീവ് സാർ ഇത് നമ്മുടെ ഡാഷും കാര്യങ്ങളെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുന്നു, ഉഷാറായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ രോഹിത് ചേട്ടൻ അടി കിടന്ന് നല്ല ഉഷാറായിട്ട് പുള്ളിയും അതുപോലെ തന്നെ എൻ്റെ എൻജിൻ്റെ ഈ കംപ്രസറിൻ്റെ ബ്രാക്കറ്റും പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അപ്പോൾ അതും പുള്ളിയുടെ പിടിപ്പിക്കൽ ഏകദേശം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാക്കറ്റും സൈഡിൽ കയറിയിട്ടുണ്ട്. ഇത് എല്ലാം കയറി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ സാധനം ഏതാണെന്ന് പോലും മനസ്സിലാവില്ല അത്രയും. അതുപോലെ തന്നെ കറക്റ്റ് ഫിനിഷിങ്ങിലാണ് അത് അത്ര ഇരിക്കുക. പിന്നെ സ്പേസും വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ കംപ്രസറാണ് അടുത്ത് ഫിറ്റ്മെൻറ്റ്. അതുമ്പോൾ കംപ്രസർ വരുന്നത് നമുക്ക് ഡെൽഫി എന്ന് പറഞ്ഞിട്ടുള്ള കംപ്രസറാണ്. അത് 508 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് വരുന്നത്. അത് തന്നെ 7PK ഗ്രൂവ് വരുന്ന കംപ്രസറാണ് വരുന്നത്. അപ്പോൾ ആ കംപ്രസറാണ് നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള കംപ്രസറും കാര്യങ്ങളും തന്നെ വേണം അതിനകത്ത് ഫിറ്റ്മെൻറ്റ് നടത്താൻ. അല്ലെങ്കിൽ BS6 ആയതുകൊണ്ട് തന്നെ ഹീറ്റ് നല്ലധികം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചൂട് തന്നെ നല്ല ചൂടാണ്. ഗൾഫിൽ ചൂടെന്ന് പറയണ പോലെ തന്നെ അത്യാവശ്യം നല്ല ചൂടിലേക്ക് എത്തിയിട്ടുണ്ട്. 40-42 ഡിഗ്രി വരെ ചൂട് എത്തിയിട്ടുണ്ട്. അപ്പോൾ AC ഇല്ലാതെ ഇനി തീരെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് തന്നെ എത്തി. AC പണ്ട് ഒരു ആർഭാടമായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആർഭാടമൊന്നുമല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവർക്കും അതില്ലാതെ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ അകത്ത ഈ വാവറേറ്റർ അസംബ്ലി പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് തണുക്കാനുള്ള യൂണിറ്റ് പിടിപ്പിക്കുന്നു. കൂളിംഗ് കോയിലും അങ്ങനത്തെ അതിൻ്റെ ഒരു സെറ്റപ്പ് ഫുള്ളായിട്ട് പിടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കമ്പനി വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. അത് മാറ്റി കളഞ്ഞിട്ട് നമ്മൾ അടുത്ത വലിയ യൂണിറ്റാണ് അത് നമ്മൾ പിടിപ്പിക്കുക. ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കമ്പനി വയറിങ്ങിൽ നിന്ന് വേറെ ഇതാക്കി ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സെപ്പറേറ്റാണ് നമ്മൾ ചെയ്യുക വയറിങ്ങും കാര്യങ്ങളും. അതിൻ്റേതായ ബ്രാക്കറ്റുകളും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ആ ബ്രാക്കറ്റിലേക്ക് നേരെ ഇട്ട് യൂണിറ്റ് കയറ്റി പിടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വേറെ പൊട്ടിപ്പോലോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പോരാത്തതിന് ഈ ഡാഷിൻ്റെ സൈഡിൽ പുറമേ നേരെടുക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കമ്പനി വരുമ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ കണ്ടൻസർ വിത്ത് കണ്ടൻസർ ഫാനാണ്. 16 ഇഞ്ചിൻ്റെ സ്പാസിയോൻ്റെ ഒക്കെ വരുന്ന വലിയ കണ്ടൻസർ ഫാനാണ് വരുന്നത്. അതുമാതിരി അതിനകത്ത് വലിയ കണ്ടൻസറുമാണ് നമുക്ക് വരുന്നത്. അതായത് ഈ 508 കംപ്രസറിന് കോമ്പറ്റബിൾ ആയിട്ടുള്ള 134 സിസ്റ്റത്തിൽ മൾട്ടി ഫ്ലോ കണ്ടൻസറാണ് പിടിപ്പിക്കുന്നത്. പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കംപ്രസറിന് ലോഡില്ലാത്ത രീതിയിലും വർക്കാവുന്നതാണ്. അപ്പോൾ കംപ്രസറിന് ലോഡ് വരാത്തതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് മൈലേജ് ഷോട്ട് എന്ന് പറയാൻ മാതിരി വലിയ പ്രത്യേകിച്ച് കാര്യമായിട്ടുണ്ടാവില്ല. അതുപോലെ സിസ്റ്റത്തിൻ്റെ പ്രഷർ ഒരുപാട് വലിയ പ്രഷറിലേക്ക് നിൽക്കില്ല. 120 തുടങ്ങി മാക്സിമം നല്ല ഹീറ്റിൽ 180 PSIയിൽ നിൽക്കും. നോർമൽ സിസ്റ്റത്തിൽ 250-280 വരും. അപ്പോൾ അത് അത്രയും ഹൈ പ്രഷർ വന്നുകൊണ്ടാണ് അതുമാതിരി അത്രയും ലോഡ് കംപ്രസറിന് വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അത്രയും വർക്കിംഗ് പ്രഷർ അത്രയും കൂടുതലുള്ളതുകൊണ്ട് തന്നെ
അത് ലോഡ് കൂടുതൽ കാണിക്കും. ആ ലോഡ് വരുന്നതുകൊണ്ട് തന്നെ മൈലേജ് ഷോട്ടും കാര്യങ്ങളും, അത്രയും ലോഡ് കംപ്രസറിലേക്ക് വരുന്നതുകൊണ്ട് മൈലേജ് ഷോട്ടും കാര്യങ്ങളും വരും. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും ലോഡ് ഉണ്ടാവില്ല. ഇപ്പോൾ പരമാവധി അത്രയും വലിയ കണ്ടൻസർ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അത്രയും വലിയ കണ്ടൻസർ ഫാനും കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ടീമിൻ്റെ ഏകദേശം പരിപാടി ഒരു ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. പൈപ്പും കാര്യങ്ങളെല്ലാം അവർ കണക്ട് ചെയ്ത് അതുപോലെ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നതിന് ഒരു സമയക്കുറവുണ്ട്, കാരണം ആൾക്കാരെ എണ്ണത്തിലില്ലാത്തതുകൊണ്ട് ഒരു പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇല്ല. പക്ഷേ വേറെ ഫ്യൂരിയോ 11 ഇതിക്ക് മുന്നേ ചെയ്ത വീഡിയോ കിടപ്പുണ്ട്. അതിൽ നിന്നും വലിയ കാര്യമായിട്ട് വ്യത്യാസം എന്ന് പറയാനില്ല. ചെറിയ മാറ്റങ്ങളെ ഈ പറഞ്ഞ ഫ്യൂരിയോ HD7 വരുന്നുള്ളൂ. HD7 എന്ന് പറയുമ്പോൾ നിസാൻ്റെ ഒക്കെ ഒരു ചേസാണ് വരുന്നത്. വളരെ ചെറിയ ഒരു ചേസായിരിക്കും. 11 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. ബാക്കി ക്യാബിനും കാര്യങ്ങളെല്ലാം സെയിം തന്നെ. ഫ്രണ്ടിൽ തന്നെ റേഡിയേറ്റർ, അതിൻ്റെ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫ്യൂരിയോ HD7 വരുന്ന കാര്യങ്ങൾ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ജെയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് നിലവിൽ ഏകദേശം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്യൂരിയോ HD7 ചെയ്യുന്ന മോഡൽ. അതേപോലെ തന്നെ ഈ അവിടെ കണ്ട ഒരുപാട് വെൻറ്റുകൾ വരുന്നുണ്ട്. മൊത്തം 6 വെൻറ്റ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. 2 വെൻറ്റ് ഔട്ടറിൽ നിന്ന് എയർ എടുക്കാനും ബാക്കി 4 വെൻറ്റിൽ കൂടെയാണ് AC കണക്ഷനും വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ സ്വിച്ചാണ്, ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോവറിൻ്റെയും സ്വിച്ചാണ് വരുന്നത്. കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള നിലവിലത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ അവിടെ 27.6 ഡിഗ്രി ചൂടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 26.9. അതിപ്പോൾ റെഡി വരുന്നുണ്ട്. ഒന്ന് തണുക്കാനുള്ള ഒരു സമയം വേണം. അത് വരുന്ന കാറ്റ് കാര്യങ്ങൾ അളന്നിട്ടാണ് അതിൻ്റെ ഇതുവരെ ഇപ്പോൾ 22.5 ആണ് ഇപ്പോൾ അതിനകത്ത് നിലവിൽ ടെമ്പറേച്ചർ നിൽക്കുന്നത്. അതിന് കുറഞ്ഞു വരും. ഒരു 17 ഡിഗ്രി വരെ നമുക്ക് ആക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് പെട്ടെന്നാവും. ഇപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരുപാട് സമയം എടുക്കില്ല. അതാണ് 134 സിസ്റ്റത്തിൻ്റെ വ്യത്യാസം മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച്. ഇപ്പോൾ 21 അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് മാറി വരും. ഇപ്പോൾ കംപ്രസർ നേരത്തെ കട്ട് ഓഫ് ആയിരുന്നു തോന്നുന്നു, അതാണ് അത്രയും ലാഗ് വന്നത്. ഇപ്പോൾ ഇതേ കംപ്രസർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ 19 എത്തി. പെട്ടെന്ന് നമുക്ക് മാറ്റം വരും.